ഈ ഒരു പാക്ക് കയ്യിലിടണം എന്ന് ഞാൻ ആദ്യം വിചാരിച്ചതല്ല. പക്ഷേ ഈ ഒരു പാക്കിൻ്റെ ഗുണങ്ങളും അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന റിസൾട്ടും ആലോചിച്ചപ്പോൾ ബാക്കിയുള്ളത് കളയാനേ തോന്നിയില്ല. കയ്യിലൊക്കെ ഇട്ട് ഞാനങ്ങ് മാനേജ് ചെയ്തു. കാര്യം വേറൊന്നുമല്ല, നമുക്ക് എത്ര തന്നെ സൺ ടാൻ ഉണ്ടെങ്കിലും അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും ഡെഡ് സെൽസ് പൊടിയും അഴുക്കും ഒക്കെ പറ്റിയിട്ട് സ്കിൻ ആകെ മൊത്തം ഡാമേജ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരു പാക്ക് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ യൂസ് ചെയ്താലാണ് ഇതിൻ്റെ മാക്സിമം റിസൾട്ട് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കാണണം. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. പ്രോപ്പറായിട്ട് ഇത് ചെയ്ത് നോക്കാനും പറ്റുള്ളൂ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനും കണ്ടു നോക്കുക. ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ ഓൾറെഡി നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫേസ് പാക്കാണല്ലോ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നല്ല നീറ്റായിട്ട് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്ത് ഡേർട്സ് ഇമ്പ്യൂരിറ്റീസ് എല്ലാം വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തതെന്ന് കാണിച്ചു തരാം. ആദ്യം തന്നെ ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക, അതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുക. തൈരോട് നല്ല കട്ട തൈര് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എപ്പോഴും കിട്ടുന്നതല്ല, വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് കട്ടത്തൈര്. അതെടുത്തിട്ടുണ്ട്. ഒരു സ്പൂൺ നല്ല തിക്കായിട്ട് ഒരു വലിയ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ്. തേൻ നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുണ്ട്. തൈര് നമ്മൾ നല്ല കട്ട തൈര് എടുത്തത് കൊണ്ട് തന്നെ ഇത് മിക്സ് ആക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നിങ്ങൾക്ക് സാധാരണ തൈരാണ് കയ്യിലുള്ളതെങ്കിൽ അതൊരു മസ്ലിൻ ക്ലോത്തിൽ വെച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കും. കുറച്ച് നേരം അങ്ങനെ വെച്ചിരുന്നാലും മതി. ഇങ്ങനെ കിഴി പോലെ കെട്ടിയിട്ട് വെച്ചിരിക്കുക. അപ്പം എക്സസ് ആയിട്ടുള്ള വെള്ളം മുഴുവനും ഡ്രെയിൻ ഔട്ടായി പോയിട്ട് നമുക്ക് നല്ല കട്ടിയുള്ള തൈര് കിട്ടും. അത് വെച്ച് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ തേൻ ചേർത്ത് കൊടുത്തു നല്ല കട്ട തൈരിൽ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിപ്പോൾ ഓൾറെഡി നല്ല കട്ടയായിരിക്കുന്നത് കൊണ്ട് മിക്സ് ആക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും. സോ നല്ല രീതിയിൽ ഇതുപോലെ ഒന്ന് ഉടച്ച് കുഴച്ചെടുക്കുക. പക്ഷേ ഇത് വെള്ളം പോലെ ആവില്ല കേട്ടോ, ഇത് ഇങ്ങനെ തന്നെ ഉണ്ടാവും. സോ നമുക്ക് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഡ്രിപ്പായി വീഴുന്നത് അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കാനാണ് നമ്മൾ നല്ല കട്ട തൈര് എടുക്കുന്നത്. പിന്നെ കുറച്ചും കൂടെ നമ്മുടെ സാധാരണ വെള്ളം പോലത്തെ തൈരിനെക്കാളും കട്ട തൈരാണ് കുറേ കൂടെ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്നത്. ഇത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റഡ് ഫോം ആയിരിക്കും. സ്കിന്നിനെ ഇച്ചിരിയും കൂടെ മോയ്സ്ചറൈസ് ചെയ്യാനും അതുപോലെ നല്ല ബട്ടറി സോഫ്റ്റ് ആക്കാനും സഹായിക്കും. പിന്നെ തൈര് നമ്മൾ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു സംഭവം വെയിലേറ്റ കരിവാളിപ്പുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് കയ്യിൽ കാലിൽ എവിടെയാണോ നിങ്ങൾക്ക് സൺ ടാൻ ഉള്ളത്, വെയിലേറ്റിട്ട് നിറം മങ്ങിയിട്ട് ആ ഒരു പ്രോബ്ലം ഉള്ളത്, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലായിടത്തും തേച്ച് കൊടുക്കാനായിട്ട് പറ്റും. കയ്യിലും മുഖത്തും കഴുത്തിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കുക. എല്ലാ തരത്തിലുള്ള വെയിലേറ്റതിൻ്റെ കരിവാളിപ്പും നിറമങ്ങലും പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് അത് സഹായിക്കും. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ഇത് മതി. നിങ്ങൾക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. കട്ട തൈരും അതുപോലെ നമ്മുടെ തേനും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. എന്നിട്ട് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു 3-4 ദിവസമെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു റിസൾട്ട് പെട്ടെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സൺ ടാൻ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും സ്കിന്നിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനും ഒരു തണുപ്പ് തരാനും റെജുവിനേറ്റ് ചെയ്യാനും എല്ലാത്തിനും ഈ ഒരു പാക്ക് ഹെൽപ്പ്. ഒരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. കാര്യം വേറൊന്നും അല്ല, ഇതിൽ വേറെ ഒന്നും തന്നെ നമ്മൾ ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും ചേർത്തിട്ടില്ല. ഫുഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന തേനും അതുപോലെ തൈരുമാണ് ചേർത്തിട്ടുള്ളത്. നമ്മൾ കഴിക്കുന്ന കുട്ടികൾ വരെ കഴിക്കുന്ന വീട്ടിലുണ്ടാക്കുന്ന തൈരുണ്ടല്ലോ, അത് നമുക്ക് യൂസ് ചെയ്യാം. കടയിൽ നിന്ന് വാങ്ങുന്നതായാലും നിങ്ങൾക്ക് ഒരു 15 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പാക്ക്. അതിന് താഴെയുള്ളവരുടെ കാര്യം പറയാത്തത്. അതിന് താഴെയുള്ള ആർക്കും അങ്ങനെ പാക്കൊന്നും ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് സാധാരണ ബേബീസാണ്, ബേബി പ്രോഡക്റ്റ്സ് യൂസ് ചെയ്താൽ മതി. ബേബീസിന് യൂസ് ചെയ്യേണ്ട ഐറ്റംസ് മാത്രം യൂസ് ചെയ്താൽ മതി. ഇനി അഥവാ ചെറിയ സൺ ടാനൊക്കെ ഉണ്ടെങ്കിലും അവർക്കത് തനിയെ മാറുന്നതാണ് നല്ലത്. എക്സ്ട്രാ ഒന്നും നിങ്ങളതിൽ ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ കൊച്ചുകുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് റെക്കമെൻഡ് ചെയ്യാറുള്ളത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇതിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. 15 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഈ പാക്സൊക്കെ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ.
ഞാനും എൻ്റെ കുഞ്ഞിൽ അത് പാക്സ് ഒന്നും തന്നെ യൂസ് ചെയ്യണ്ടായിരുന്നില്ല. പിന്നെ അമ്മയൊക്കെ മഞ്ഞളൊക്കെ ഇട്ട് കൊടുക്കുന്ന കുട്ടികളാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ചെയ്യാം. അല്ലാതെ നമുക്ക് യൂട്യൂബിലൊന്നും കണ്ടിട്ട് കുഞ്ഞുനാൾ മുതലേ അമ്മമാരും അമ്മൂമ്മമാരും പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷെ ഞാനങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല കൊച്ചുകുട്ടിയൊക്കെ വേണ്ടിയിട്ട് ഒരു പ്രോഡക്റ്റും. എല്ലാം ഈവൻ ഹോം റെമഡീസ് ആണെങ്കിൽ പോലും 15 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് യൂസ് ചെയ്യാനായിട്ട് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളുടെയും സ്കിൻ ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു കോഷൻ പറയുന്നത്. നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ഫേസിലും കയ്യിലും ഒക്കെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. സൺ ടാൻ മാറ്റാൻ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് കറുത്ത പാടുകളുണ്ടെങ്കിൽ അത് മാറ്റാനും ഈ പാക്ക് ഹെൽപ്പ് ചെയ്യും. ഇൻസ്റ്റൻ്റായിട്ട് സ്കിന്നിനൊരു ബ്രൈറ്റ്നസ്സും തിളക്കവും ഒക്കെ ഉണ്ടെങ്കിൽ അത് കിട്ടാനും, അത് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടാനും ഈ ഒരു പാക്ക് സഹായിക്കുന്നുണ്ട്. ഇപ്പോൾ 2 കൈയിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാലിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഒട്ടും ഈ ഒരു പാക്ക് വേസ്റ്റ് ആക്കാതെ എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ എടുത്ത ക്വാണ്ടിറ്റി നിങ്ങൾ കണ്ടുല്ലോ, വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ എനിക്ക് മുഖത്തും കയ്യിലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റി. കഴുത്തിൽ ഞാനിപ്പോൾ ചുരിദാർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇടാത്തത്. ടീഷർട്ടോ പഴയ ടീഷർട്ടൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കഴുത്തിലും കൂടെ ഇടുമായിരുന്നു. കഴുത്തിലും ഇട്ട് കൊടുക്കണേ. കഴുത്തിലും നന്നായിട്ട് വെയിലേറ്റ് കരിവാളിപ്പ് ഉണ്ടാവാറുണ്ട്. പെട്ടെന്ന് നമുക്ക് ഏജിങ് സൈൻസ് ഉണ്ടാകുന്നത് കഴുത്തിലാണ്. സോ കഴുത്ത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം. ഞാനിപ്പം എനിക്ക് സ്വന്തമായിട്ട് ഇടുന്നതാണെങ്കിൽ കഴുത്ത് ഞാൻ ഒരിക്കലും മിസ് ചെയ്യാറില്ല. കാര്യം വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കഴുത്തിലും കൂടി ഇട്ട് കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തണുത്ത വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് ഈ ഒരു പാക്ക് വെച്ചിരുന്നിട്ട് തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക. തണുത്ത വെള്ളം എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ച വെള്ളം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഐസ് ഇട്ടിട്ട്, സാധാരണ വെള്ളത്തിൽ ഐസ് ഇട്ട് തണുപ്പിച്ച് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെയായാലും ഓക്കെയാണ്. തണുത്ത വെള്ളമായിരിക്കണം എന്നേ ഉള്ളൂ. കൂജയിലൊക്കെ വെച്ചിട്ട് മൺപാത്രത്തിലൊക്കെ വെച്ചിട്ടുള്ള വെള്ളമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ടാങ്കിൽ നിന്ന് വെള്ളം എടുത്താൽ പോലും അത് നല്ല ചൂടായിരിക്കും. വേനലായതുകൊണ്ട് നല്ല ചൂടായിരിക്കും, തണുപ്പ് വളരെ കുറവാണ്. അപ്പോൾ കുറച്ച് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുന്നതാണ് നല്ലത്. ഇനി തണുത്ത വെള്ളം ഒപ്പിക്കാൻ പറ്റാത്തവരാണെങ്കിൽ സാധാരണ പച്ചവെള്ളം വെച്ച് മുഖം കഴുകുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ജസ്റ്റ് കുറച്ച് തൈര് എടുക്കുക, തേനെടുക്കുക, മിക്സ് ചെയ്യുക, മുഖത്തിട്ടിട്ട് ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. 10 മിനിറ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ. 10 മുതൽ 15 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളിത് വാഷ് ചെയ്യുക. ഇത് അങ്ങനെ ഡ്രൈ ആയി മുറുകി പിടിക്കുന്ന ഒന്നുമല്ല. കാര്യം നമ്മളിതിൽ അരിപ്പൊടിയോ അങ്ങനെയൊന്നും ചേർക്കാത്തത് കൊണ്ട് അങ്ങനെ മുറുകി പിടിക്കുന്നതല്ല. സോ ഒരു 10-15 മിനിറ്റ് വരെ സുഖമായിട്ട് ഇതിങ്ങനെ വെച്ചേക്കാം. എന്നിട്ട് വാഷ് ചെയ്യുക, തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്തിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഫേസ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ധാത്രിയുടെ അലോവേര ജെല്ലാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള, വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാത്ത ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു അലോവേര ജെല്ലായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇത്ര ദിവസം ഞാൻ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഷോപ്പിലും അവൈലബിൾ ആണ്, ഓൺലൈനായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അഫോർഡബിൾ റേറ്റിനാണ് വരുന്നത്. സോ നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് രാത്രി യൂസ് ചെയ്യാം, പകലും യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം, ആ ടൈമിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സാധാരണ യൂസ് ചെയ്യുന്ന എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സും ഈ ഒരു പാക്ക് യൂസ് ചെയ്താലും ചെയ്യാം കേട്ടോ. സ്കിന്നിന് കണ്ടോ നല്ല രീതിയിൽ ഗ്ലോ വന്നിട്ടില്ലേ? സൺ ടാൻ മാറ്റാൻ സൂപ്പർബാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് കേട്ടോ. എല്ലാവർക്കും ചെയ്ത് നോക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.